പുനരധിവാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ വീട് കൊടുക്കുക, അതോടൊപ്പം തന്നെ വീടിന് ചുറ്റുപാടും റെഡിയാക്കി കൊടുക്കുക എന്നതിനൊപ്പം തന്നെ മറ്റു ചില ആവശ്യങ്ങൾ കൂടി ദുരന്തബാധിതർ പറയുന്നുണ്ട്. ഇപ്പോൾ സമഗ്ര പുനരധിവാസ പദ്ധതിയിൽ വീട് മാത്രമല്ല ഉപജീവന മാർഗത്തിന് കൂടി പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നാണ് മിക്കവരും പറയുന്നത്. നാട്ടിലെ സർവരെയും നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും വരുമാന മാർഗമായ ഫ്ലോർ മിൽ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി തകർക്കപ്പെട്ടതോടെ ദുരിതത്തിലാണ് ചൂരൽമല സ്വദേശി റജി. ജീവനുകൾ കണ്ടെത്താൻ മില്ലിന്റെ കെട്ടിടം തകർത്തതിലല്ല റജിയുടെ വേദന, മുന്നോട്ടുള്ള ഉപജീവനം എങ്ങനെയാണ് എന്നതാണ് റജിയുടെ ആശങ്ക. ഒന്നുമില്ല, എങ്ങനെ ജീവിക്കുന്നുള്ള അറിയില്ല. ചൂരൽമലയിലെ റജി ഈ നിൽക്കുന്നിടത്ത് സ്വന്തമായൊരു ഫ്ലോർ മില്ലുണ്ടായിരുന്നു. ഉരുൾപൊട്ടിയുണ്ടായ ദുരന്തത്തിൽ സ്ഥാപനത്തിൽ ചെളി നിറഞ്ഞു. ആദ്യ കാഴ്ചയിൽ വലിയ പരിക്കുകളില്ല. അധികൃതരുടെ നിർദ്ദേശപ്രകാരം ക്യാമ്പിലേക്ക് മാറി. തിരികെ എത്തി നോക്കുമ്പോൾ സ്ഥാപനമില്ല. ദൗത്യസംഘം വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വഴിവെട്ടി ബിൽഡിംഗ് പൊളിച്ചു. പിന്നെ ഇവിടെ പാലുണ്ടാക്കാനും പിന്നെ റെസ്ക്യൂവിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കായി റോഡ് വെട്ടാൻ വേണ്ടി മനുഷ്യ ജീവന്റെ ഇതിനു വേണ്ടി പൊളിച്ചു. പക്ഷെ ഇപ്പൊ വന്ന് നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത വേദനയാണ്. അവിടെ ഒരു റോഡ് മാത്രമേ. പക്ഷേ വീടും വീട്ടുകാരും സുരക്ഷിതരാണ്. പക്ഷേ വരുമാന മാർഗം പൂർണ്ണമായി മടഞ്ഞു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. കിട്ടുന്ന പൈസയിൽ ചെറിയൊരു ഇത് കഴിഞ്ഞ് ബാക്കിയല്ല ഞാൻ ഈ കട വിപുലീകരണത്തിന് മാത്രമായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒരു പണി എനിക്കറിയില്ല. ഞാൻ ആർട്ട് പേഷ്യൻ്റാണ്. എൻ്റെ മോൻ്റെയും എൻ്റെ വൈഫിൻ്റെ ഒക്കെ ജീവിതം ഇത് മാത്രം ബന്ധപ്പെട്ടാണ്. ഹൃദ്രോഗി കൂടിയായ റജി സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ ജീവൻ തിരികെ കിട്ടിയിട്ടും ഉപജീവനം തേടാൻ കഴിയാത്ത നിരവധി മനുഷ്യരുള്ള ഇടം കൂടിയായി ദുരന്തബാധിത മേഖല മാറിയിട്ടുണ്ട്. റിപ്പോർട്ടർ, വയനാട്.